ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഈ അടുത്തായിട്ട് നമുക്ക് ഇന്ത്യയിൽ കിട്ടിയത് രണ്ട് പുതിയ കൂപ്പ SUVs ആണ്, അതും അഫോർഡബിൾ റേഞ്ചിൽ. ഒന്ന് ടാറ്റ കറവായിരുന്നു, പിന്നെയുള്ളത് സിട്രൻ ബസാൾട്ട് ആണ്. ഈ സിട്രൻ ബസാൾട്ട് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. കാരണം ഇപ്പോൾ ഇവർ ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏകദേശം വിചാരിച്ചിരുന്നതിൻ്റെ പ്രൈസ് കുറച്ച് കുറവായിരിക്കും, പക്ഷേ ഞാൻ 9 ലാക്സിനടുത്താണ് പ്രതീക്ഷിച്ചത്. സിട്രോയിൻ അതിനും താഴെ 7.99 ലാക്സിലാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ബേസ് മോഡൽ പ്രൈസ് ചെയ്തിരിക്കുന്നത്. അത് ഇവരുടെ എഞ്ചിൻ ഓപ്ഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി. കാരണം ബേസിക്കലി നമുക്ക് സിട്രോയിൻ്റെ C3 എയർക്രോസിൻ്റെ അകത്ത് അവർ 1.2 ടർബോ എഞ്ചിൻ മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷേ C3യിൽ ഒരു 1.2 NA 1.2 ടർബോ രണ്ടും കൊടുത്തു. അങ്ങനെ 6.16 ലാക്സിലാണ് C3യുടെ പ്രൈസ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ബസാൾട്ടിൻ്റെ കേസിൽ അവർ 1.2 NA എഞ്ചിനും 1.2 ടർബോ എഞ്ചിനുമാണ് കൊടുത്തത്. അതിൽ NA എഞ്ചിൻ ഒബ്വിയസ്ലി ബേസ് മോഡലിൻ്റെ പ്രൈസ് കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം വെച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനം നമ്മുടെ C3യുടെ സെയിം പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. CMF പ്ലാറ്റ്ഫോം ആണ്, ഓർ മേ ബി C ക്യൂബ്ഡ് ആർക്കിടെക്ചർ എന്ന് പറയാം. അങ്ങനെയാണ് സിട്രോയിൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. C3, EC3, ബസാൾട്ട്, C3 എയർക്രോസ്, അങ്ങനെയാണ് ഇവരുടെ വാഹനങ്ങളുടെ ലൈനപ്പ് വരുന്നത്. പിന്നെ ഈ വണ്ടി ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സിട്രോയിൻ്റെ അകത്ത് മറ്റേ C3-യിനകത്ത് വരുന്ന എഞ്ചിൻസ് എല്ലാം ഇതിനകത്ത് ഉപയോഗിക്കാം. ആൻഡ് അതിൻ്റെ NA എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ പവർ ഒബ്വിയസ്ലി കുറച്ച് ഡ്രോപ്പ് ആയിട്ട് നമുക്ക് തോന്നും. കാരണം C3യിൽ തന്നെ അത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനായിരുന്നു. പറഞ്ഞു വരുമ്പം 82 PS 150 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. വളരെ ഡീസൻ്റ് ആണ്. നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയും 1.2 NA എഞ്ചിൻസ് അങ്ങനെ കൊടുക്കാറില്ല. പക്ഷെ അങ്ങനെ കൊടുത്തതുകൊണ്ട് അവർക്ക് ഈ പ്രൈസ് പോയിന്റിൽ വണ്ടി ഇറക്കാനും പറ്റി. ഈ പ്രൈസ് പോയിന്റിൽ നിങ്ങൾ ഈ വണ്ടി വാങ്ങണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം പവർ ഒന്നും വേണ്ട, പക്ഷേ സഫീഷ്യൻറ്റ് ഫീച്ചേഴ്സ് ഉള്ള നല്ല റൈഡ് ക്വാളിറ്റി ഉള്ള നല്ലൊരു ഫാമിലി വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാം. കാരണം നമുക്കിതിൻ്റെ കോമ്പറ്റീഷനിൽ വരുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് എല്ലാം സബ് 4 മീറ്റർ SUVs ആണ്. അതും ഈ സോണറ്റും അതുപോലെ വെന്യൂ ഒക്കെ ഏകദേശം നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ കിട്ടും. അതും 1.2 NA എഞ്ചിൻസ് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അതിന് വലിയ പവറൊന്നുമില്ല. ഓൾമോസ്റ്റ് ഇതിൻ്റെ സെയിം ബോൾ മാർക്കിൽ തന്നെ ആയിരിക്കും അത് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനമാണ് ഇത് കിട്ടുന്നത്. ഫീച്ചേഴ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റേൻ്റെ അകത്ത് പിന്നെ 1.2 ബേസിക് വേരിയൻസ് ആണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ അകത്ത് ബെറ്റർ ആയിട്ട് തോന്നുമായിരിക്കും. ഈ വണ്ടിയിൽ നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലൊക്കെ ചെറിയ കോംപ്രമൈസ് കാണും. പ്രത്യേകിച്ച് AC വെൻസ് ഒക്കെ അതിൻ്റെ അകത്തൊരു പാഡിംഗ് ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ അല്ലാത്ത പക്ഷം ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്ന വാഹനമാണ്. പ്രത്യേകിച്ച് നമ്മളിതിൻ്റെ ഡയനാമിക്സ്, ഷാസി ബാലൻസ്, അതുപോലെ ഈ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡൊക്കെ എടുക്കുകയാണെങ്കിൽ. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പ്രൈസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൈസിങ് ഇതുവരെ സിട്രോയിൻ ഒഫീഷ്യലായിട്ട് അൺവെയിൽ ചെയ്തിട്ടില്ല. പക്ഷേ അവരിപ്പോൾ ബേസ് മോഡലിൻ്റെ പ്രൈസ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള വേരിയൻസിൻ്റെ പ്രൈസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. കാരണം C3 എയർക്രോസിൻ്റെ അകത്ത് ഇതേ എഞ്ചിൻ വരുന്നുണ്ട്. C3യിൽ ഇതിൻ്റെ 1.2 NA എഞ്ചിൻ വരുന്നുണ്ട്. പിന്നെ C3 എയർക്രോസിൻ്റെ അതേ വേരിയൻസിൻ്റെ ലൈനപ്പാണ് ഇതിനുള്ളത്. U+ Max എന്ന് പറഞ്ഞ് 3 വേരിയൻസ് ആണ്. ആൻഡ് അതിൻ്റെ അകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്. 1.2 NA 5 സ്പീഡ് മാനുവലാണ് കിട്ടുന്നത്. അങ്ങനെയൊക്കെ വെച്ചൊന്ന് കൂട്ടി ഗുണിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയായിരിക്കുമെന്ന് കിട്ടും. അങ്ങനെ ഞാനൊരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ചാർട്ട് കാണാം. C3 എയർക്രോസിൻ്റെ പ്രൈസുമായിട്ട് ഓൾമോസ്റ്റ് ഉള്ള ഡിഫറൻസ് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ U വേരിയൻറ്റും പ്ലസ് വേരിയൻറ്റും തമ്മിലുള്ള എന്തൊക്കെ ഫീച്ചേഴ്സിന് ഡിഫറൻസ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ. അതിൻ്റെ അത് ബേസ് മോഡൽ അതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റ്, അതായത് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ 1.6 ലാക്സിന് മുകളിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് ആണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 1.2 NA വേരിയൻറ്റ് നമുക്ക് ബേസിക് 2 മോഡൽസായി Uയിലും പ്ലസിലും മാത്രമേ ഉണ്ടാവുള്ളൂ. മാക്സ് എന്ന് പറഞ്ഞ ടോപ്പ് ഇൻ വേരിയൻറ്റിൽ ഒരു 1.2 NA കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ നമുക്ക് 1.2 ടർബോ വേരിയൻസ് എല്ലാ മോഡൽസിലും അവൈലബിൾ ആണ്. അതിപ്പോൾ U ആയിക്കോട്ടെ, പ്ലസ് ആയിക്കോട്ടെ, മാക്സ് ആയിക്കോട്ടെ. ഈ T എന്ന് കൊടുത്തിരിക്കുന്ന ടർബോയുടെ ആണ്, NA എന്ന് കൊടുത്തിരിക്കുന്ന നാച്ചുറലി ആസ്പിറേറ്റഡിൻ്റെ ആണ്. പിന്നെ T80 എന്ന് കൊടുത്തിരിക്കുന്ന T ഓട്ടോമാറ്റിക് അതിൻ്റെ ആണ്. പിന്നെ ഓട്ടോമാറ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഞാൻ കൂട്ടി നോക്കിയത് വെച്ചാണ് ഞാൻ ഈ പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് ഇതേ സെയിം പ്രൈസിൽ വണ്ടി ഇറങ്ങണം എന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു 10,000-20,000 രൂപ 30,000 രൂപയൊക്കെ ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ ഒക്കെ ആയി എന്ന് വരാം. കാരണം നമ്മൾ ഒരു കാൽക്കുലേഷന് മുകളിൽ ചെയ്യുന്നതാണ്. ഇവരുടെ ബാക്കി വണ്ടികളിലൊക്കെ പ്രൈസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു റഫ് സ്കെച്ച് ഉണ്ടാക്കാം. അതാണ് നിങ്ങളിപ്പോൾ കാണുന്ന പ്രൈസ് ചാർട്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ വണ്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അടുത്ത മാസം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ചൊക്കെ ഇതിൻ്റെ പ്രൈസ് നേരത്തെ അറിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാനുള്ള റെഫറൻസ് ആണ് ഈ സംഭവം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടർബോയുടെ ബേസിക് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9.19 ലാക്സിലായിരിക്കും. അത് ടർബോ മാനുവലാണ്. ഈ T എന്ന് പറഞ്ഞ് മാത്രം എഴുതിയിരിക്കുന്ന എല്ലാം മാനുവലാണ്. പിന്നെ നമുക്ക് പ്ലസ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 10.79 ലാക്സ് ആണ്. മാക്സ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ്. അതിൻ്റെ അകത്താണ് നമുക്ക് ഈ പറയുന്ന പുതിയ ഫീച്ചേഴ്സായ പുതിയ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ആംറസ്റ്റ്, അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. പിന്നെ ഇതിൻ്റെ അകത്ത് LED ഹെഡ് ലാംപ്സ് അവർ സെക്കൻഡ് ബേസ് മുതൽ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ വേരിയൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് വന്നിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് C3 എയർക്രോസിലുള്ള പോലെ ആയിരിക്കും എന്ന് പറയുന്നു. സോ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് എൻഡിലായിരിക്കും ഇതിൻ്റെ തൊള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നത്. അത് ഷുവറാണ്. മിഡിൽ വേരിയൻറ്റിലും ടോപ്പ് എൻഡിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വരും എന്ന് പറയുന്നു. വയർലെസ് ചാർജറൊക്കെ എന്തായാലും ടോപ്പ് എൻഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 16 ഇഞ്ച് അലോയ്സും ടോപ്പ് എൻഡിൽ മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കാരണം C3 എയർക്രോസിലൊക്കെ അവർ ടോപ്പ് എൻഡിൽ മാത്രമാണ് അലോയ്സ് കൊടുക്കുന്നത്.
പിന്നെ നമ്മളിതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ അത് നോർമൽ വേരിയൻ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ 1.2 to 1.3 lakhs ആണ് അഡീഷണൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടർബോ വേരിയൻ്റ് ഞാൻ C3യിൽ നോക്കിയ സമയത്ത് 1.05 lakhs ഡിഫറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വണ്ടിയിൽ ഞാൻ അതിലും ഇത്തിരി കൂടെ കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്. 1.2 lakhs ഡിഫറൻസ് ടർബോ പെട്രോൾ മോഡൽസിന് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ജസ്റ്റ് ഒരു സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ നോക്കി കൊടുത്തതാണ്. C3 ഇത്തിരി കൂടെ ചെറിയ വണ്ടിയാണല്ലോ. എഞ്ചിൻ വൈസ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം എഞ്ചിൻ തന്നെയാണ്, സ്റ്റേറ്റ് ഓഫ് ട്യൂൺ സെയിം ആണ്. അപ്പോൾ അങ്ങനെ സെയിം ആയിട്ട് തന്നെയാണ് വരേണ്ട പ്രൈസ് ഡിഫറൻസ്. ബട്ട് സ്റ്റിൽ കുറച്ചുകൂടെ വലിയ വണ്ടി ആയതുകൊണ്ട് അവർ ചിലപ്പോൾ ഇത്തിരി കൂടെ പ്രോഫിറ്റ് മാർജിനൊക്കെ എടുക്കുകയാണെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ ഒരു ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് നിങ്ങൾക്ക് കാണാം. സോ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഈ വാഹനത്തിൻ്റെ മാക്സ് ടർബോ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് അവസാനിക്കുന്ന 12.99 lakhs ഇതിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ ഡ്യുവൽ ടോൺ വേരിയൻസോ അങ്ങനത്തെ അഡീഷണൽ വൈറ്റ് പാക്കോ സാധനങ്ങളോ ഒന്നും തന്നെ കൂട്ടിയിട്ടില്ല. അതൊക്കെ കൂട്ടുകയാണെങ്കിൽ ഇനിയും പ്രൈസ് മുകളിലേക്ക് പോകും. പക്ഷേ നമ്മൾ C3 എയർ ക്രോസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻ്റെ 7-seater ഓട്ടോമാറ്റിക് വേരിയൻ്റെ വരെ മാക്സിമം പ്രൈസ് ഇപ്പോൾ വരുന്ന 14 lakhs വരെയൊക്കെയാണ്. സോ എന്തായാലും അതിൻ്റെ താഴെ തന്നെ ഈ വാഹനത്തിൻ്റെ പ്രൈസ് നിൽക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ സിട്രോയിൻ പറയുന്ന അനുസരിച്ച് ഇത് ജസ്റ്റ് ഇൻട്രോഡക്ടറി പ്രൈസിങ് മാത്രമാണ്. ഒക്ടോബർ 31 മുന്നേ ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു പ്രൈസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ അതിന് ശേഷമാണ് ഈ വാഹനം വാങ്ങാൻ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പ്രൈസ് കൂടും. എന്തോരം കൂടും എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഡെഫിനറ്റ്ലി പ്രൈസ് കൂടും എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഇതിപ്പോൾ അവരുടെ പ്രോഫിറ്റ് മാർജിൻസ് വളരെ കുറവായിരിക്കും ഈ പ്രൈസിൽ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ എന്തായാലും അവരുടെ പ്രോഫിറ്റ് മാർജിൻസ് കൂട്ടണം. ഒന്നാമത് ഇവരുടെ വാഹനങ്ങൾക്ക് പൊതുവെ സെയിൽ കുറവാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ലോ പ്രോഫിറ്റ് മാർജിൻസിനും കൂടെയാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ മൊത്തത്തിലുള്ള ലാഭം അവർക്ക് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ പോലും ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് സിട്രോയിൻ പുതിയ C-Cubed ആർക്കിടെക്ചറിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 10,000 to 11,000 crores വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റിട്ടേൺ ആയിട്ട് ഇതുവരെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പെർ മന്ത് 200-300 മാക്സിമം പോയി കഴിഞ്ഞാൽ 500 വരെയൊക്കെയാണ് വണ്ടികളുടെ സെയിൽസ്. ഇനിയിപ്പം ഈ വണ്ടിയാണ് എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നു അവർ പ്രതീക്ഷ വെക്കുന്നുണ്ടാവുന്നത്. കാരണം ഇത്രയും കാലം സിട്രോയിൻ കാണിച്ച ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഇന്ത്യൻസിന് ഫീച്ചേഴ്സ് ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയിൽ വണ്ടികൾ ഇറക്കുന്നത്. C3 ഇനീഷ്യലി ഇറക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് യാതൊരു ഫീച്ചേഴ്സും ഇല്ലായിരുന്നു, വളരെ ബെയർ ബോൺസ് നിന്നിരുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ ബസാൾട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന മിക്ക ഫീച്ചേഴ്സും നമുക്ക് C3യിലും C3 എയർ ക്രോസിലും ഒക്കെ കിട്ടി തുടങ്ങിയത്. ഇനിയിപ്പം ബാക്കി വണ്ടികളുടെ സെയിൽസും കൂടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ബസാൾട്ട് ഇവർ ഇതുവരെ ഇറക്കിയ വണ്ടികൾ വെച്ച് നോക്കിയാൽ മൊത്തത്തിലുള്ള ഇവരുടെ ആ ചിന്താഗതിയിൽ നിന്നൊന്ന് മാറി ചിന്തിച്ച വണ്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും അവർ ഇപ്പോഴും കൊടുക്കില്ലായിരുന്നു. പഴയ മെൻറ്റാലിറ്റി വെച്ചിരുന്നിരുന്നെങ്കിൽ ഈ വണ്ടി പഴയ അവസ്ഥ തന്നെ ആയനെ. പിന്നെ പ്രൈസിങ്ങിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ പ്രൈസിങ്ങിന് ഓൾറെഡി പറഞ്ഞു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് പോയിന്റിലാണ് അവർ ഇൻട്രൊഡക്ടറി പ്രൈസ് വെച്ചിരിക്കുന്നത്. പക്ഷേ സിട്രോയിൻ്റെ വണ്ടികളുടെ പഴയ പ്രൈസ് നോക്കുകയാണെങ്കിലും ഭയങ്കര കൂടുതലൊന്നും അല്ലായിരുന്നു. ഓൾമോസ്റ്റ് ഒന്നെങ്കിൽ കോമ്പറ്റീഷൻ്റെ സിമിലർ ആയിട്ട് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ താഴത്തായിട്ടാണ് അവർ പ്രൈസ് വെച്ചിരുന്നത്. പ്രശ്നം പറ്റിയത് ഫീച്ചേഴ്സിലാണ്. ഫീച്ചേഴ്സ് കൊടുക്കാത്തതുകൊണ്ട് പ്രൈസ് കുറവായതുകൊണ്ട് ആൾക്കാർ അതിനൊരു ചീപ്പ് വാഹനമായിട്ട് അസോസിയേറ്റ് ചെയ്തു. നമ്മൾക്ക് പിന്നെ പൊതുവെ ആർക്കും ചീപ്പ് വണ്ടികൾ എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആരും ഇവരുടെ വണ്ടികളോട്ട് എടുത്തുമില്ല. ഈവൻ ദോ മെക്കാനിക്കൽ ആസ്പെക്ട്സിലൊക്കെ ഇവരുടെ വണ്ടികൾ നല്ലതായിരുന്നെങ്കിലും അതൊന്നും ആരും അങ്ങനെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് എടുത്തില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും മെക്കാനിക്കൽ ആസ്പെക്ട്സിൻ്റെ കൂടെ ഫീച്ചേഴ്സും കൂടെ വന്നുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് എന്ന് പറയാം. ഇനിയിപ്പോൾ വരും കാലങ്ങളിൽ കാണാം ഇതിൻ്റെ സെയിൽസ് എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നതെന്ന്. സെപ്റ്റംബറിലാണ് ഈ വാഹനം ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 11,000 രൂപ കൊടുത്താൽ ബുക്ക് ചെയ്യാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.